കോയമ്പത്തൂരിൽ കത്തിക്കരിഞ്ഞ നിലയിൽ അച്ഛന്റെയും മകളുടെയും മൃതദേഹം കണ്ടെത്തിയ വാർത്തയാണ് ഇന്നത്തെ ആദ്യ ക്രൈം റിപ്പോർട്ട്. കൊലപാതകമെന്നാണ് സൂചന. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ തമിഴ്നാട് പല്ലടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെയാണ് രണ്ടിടത്തായി 11-കാരി മഹാലക്ഷ്മിയുടെയും അച്ഛൻ തങ്കവേലുവിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കോയമ്പത്തൂർ വടവള്ളിക്ക് സമീപം വീരകേരളത്താണ് 11-കാരിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ ആദ്യം കണ്ടെത്തിയത്. ശരീരത്തിൽ അടിയേറ്റ പാടുകളുണ്ട്. സമീപത്ത് നിന്ന് സൂട്ട്കേസും പ്ലാസ്റ്റിക് കവറുകളും പോലീസ് കണ്ടെടുത്തു. മൃതദേഹം കിടന്നിടത്ത് ചെരിപ്പടയാളവുമുണ്ട്. ബലാത്സംഗം നടന്നതായും പോലീസ് സംശയിക്കുന്നു. എന്നാൽ വിശദമായ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമേ ഇത് സ്ഥിരീകരിക്കാനാവൂ എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. തിരുപ്പൂർ പല്ലടത്തിന് സമീപം ഇതേ സമയം 45 വയസ്സ് പ്രായം തോന്നുന്ന പുരുഷജടം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നെയ്ത്ത് തൊഴിലാളിയായ തങ്കവേലുവെന്ന് തിരിച്ചറിഞ്ഞത്. ഇയാളുടെ ദേഹത്തും അടിയേറ്റ പാടുകളുണ്ട്. സ്കൂളിൽ നിന്ന് മകളെയും കൂട്ടി വരുന്നതിനിടെ കാറിലെത്തിയ സംഘം 2 പേരെയും തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടതായി നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. ഭർത്താവിനെയും മകളെയും കാണാനില്ലെന്ന് പറഞ്ഞ് തങ്കവേലുവിൻ്റെ ഭാര്യ തമിഴരശി കഴിഞ്ഞ ദിവസം പല്ലടം പോലീസിൽ പരാതി നൽകിയിരുന്നു. നെയ്ത്ത് ഫാക്ടറി ഉടമയിൽ നിന്ന് തങ്കവേലു പണം കടം വാങ്ങിയതായി പോലീസ് പറയുന്നു. ഇത് തിരിച്ചു നൽകാൻ വൈകിയതാവാം കൊലയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പല്ലടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. 2 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പേരൂർ ഡിവൈഎസ്പി കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തലസ്ഥാനത്ത് കോളിളക്കം സൃഷ്ടിച്ച അപ്രാണി കൃഷ്ണകുമാർ വധക്കേസിൽ 2 പ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. വിചാരണവേളയിൽ ഒളിവിൽ പോയ പ്രതികളുടെ ശിക്ഷയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. കേസിൽ ഓംപ്രകാശ് അടക്കമുള്ള ഗുണ്ടാസംഘം ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ്. IPC 302, 120B, 148, 143, 149 എന്നീ വകുപ്പുകൾ പ്രകാരവും സ്ഫോടന നിരോധന നിയമത്തിലെ 3, 5 എന്നീ വകുപ്പുകളും ആംസ് ആക്ട് പ്രകാരവും പ്രതികൾ കുറ്റം ചെയ്തതായി തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. പ്രതികളായ പീലി ഷിബു 2 ലക്ഷം രൂപയും കരാട്ടെ സുരേഷ് 4 ലക്ഷം രൂപയും ജീവപര്യന്തം തടവിന് പുറമെ കോടതിയിൽ കെട്ടിവെക്കണം. കേസിൽ ഉൾപ്പെട്ട ഗുണ്ടാത്തലവൻ ഓംപ്രകാശ് അടക്കമുള്ള 7 പ്രതികൾക്കുള്ള ശിക്ഷ 2013 തന്നെ കോടതി വിധിച്ചിരുന്നു. വിചാരണ വേളയിൽ ഒളിവിൽ പോയ 2 പ്രതികളുടെ വിചാരണയാണ് കോടതി കഴിഞ്ഞ മാസം പൂർത്തിയാക്കിയത്. 2007 ഫെബ്രുവരി 20-നാണ് ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക മൂലം അപ്രാണി കൃഷ്ണകുമാറിനെ ചാക്ക ബൈപ്പാസിൽ വെച്ച് ഗുണ്ടാസംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ 3D അരുൺ, അമീർ എന്നീ പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട്. അഡ്വക്കേറ്റ് സാജൻ പ്രകാശ് ആയിരുന്നു കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ. നിലവിൽ തിരുവനന്തപുരം വിജിലൻസ് ഡിവൈഎസ്പി R മഹേഷ് ആയിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ശിക്ഷ നടപ്പിലാക്കിയതിൽ സന്തോഷമുണ്ടെന്ന് കൃഷ്ണകുമാറിൻ്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. നിയമകാര്യ ലേഖകൻ ആനന്ദിനൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്തനംതിട്ട ഇളകൊള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമം. അയൽവാസികൾ കണ്ടതോടെ മോഷണത്തിനെത്തിയ 2 അംഗ സംഘം കൊള്ളയ്ക്ക് കൊണ്ടുവന്ന സാമഗ്രികൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. പത്തനംതിട്ടയിൽ നിന്ന് ലെസ്ലി ജോണിന്റെ റിപ്പോർട്ട്. പത്തനംതിട്ട ഇളകൊള്ളൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് കവർച്ചാശ്രമം നടന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെ ബാങ്കിന് മുന്നിൽ അപരിചിതരായ 2 പേരെ നാട്ടുകാർ കണ്ടു. മോഷ്ടാക്കളാണെന്ന് തിരിച്ചറിഞ്ഞ നാട്ടുകാർ സംഘടിതമായി എത്തിയതോടെ മോഷ്ടാക്കൾ കവർച്ചാശ്രമം ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞു. പോലീസിന് വിവരമറിയിച്ചെങ്കിലും ഇവർ കൃത്യസമയത്ത് എത്തിയതുമില്ല. തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ മോഷ്ടാക്കൾക്കായി പോലീസ് തിരച്ചിൽ നടത്തി. സംഭവ സ്ഥലത്ത് നിന്നും ഗ്യാസ് സിലിണ്ടറും ഗ്യാസ് കട്ടറും കമ്പിപ്പാരയും കണ്ടെടുത്തു. ബാങ്കിന്റെ ജനൽ പൊളിക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. കമ്പിപ്പാര പൊതിഞ്ഞുകൊണ്ടുവന്നതെന്ന് കരുതുന്ന കന്നഡ പത്രവും സംഭവസ്ഥലത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാനത്ത് നിന്നുള്ളവരാകാം മോഷ്ടാക്കളെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നതും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. 1 വർഷമായി കാണാതായ മകനെ കാത്ത് വയനാട്ടിൽ ഒരു ആദിവാസി കുടുംബം. ബത്തേരി താലൂക്കിലെ കോളൂർ കോളനിയിലെ വാസുവിനെയാണ് കർണാടകയിലെ ഷിമോഗയിൽ നിന്ന് കാണാതായത്. കർണാടകയിലെ ഇഞ്ചിപ്പാടങ്ങളിൽ ജോലിക്ക് പോയതിനു ശേഷം കാണാതായ വയനാട്ടിലെ അനേകം ഗോത്രവർഗ യുവാക്കളിൽ ഒരാളാണ് വാസു. വാസുവിന് അച്ഛനെയും അമ്മയെയും പിരിഞ്ഞിരിക്കാൻ കഴിയില്ലായിരുന്നു. കർണാടകയിലെ ഇഞ്ചിപ്പാടങ്ങളിൽ ഇടയ്ക്കിടെ ജോലിക്ക് പോകുമായിരുന്നുവെങ്കിലും ഒരാഴ്ചയിലധികം വൈകില്ല.
2014 മെയ് മാസത്തിൽ കർണാടകയിലെ ഷിമോഗയിലേക്ക് വണ്ടി കയറിയ വാസു പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. തങ്ങളുടെ മകനെ എവിടെ അന്വേഷിക്കണമെന്ന് പോലും അറിയാത്തവരാണിവർ. ആ നിസ്സഹായതയിൽ നിരാലംബരായി അവരിപ്പോൾ കാത്തിരിക്കുക മാത്രം ചെയ്യുന്നു. കർണാടകയിലെ ഇഞ്ചിപ്പാടങ്ങളിൽ സംഭവിച്ച അനേകം ആദിവാസികളുടെ തിരോധാന കഥകളിൽ വാസുവിനെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണങ്ങളും അവസാനിച്ചു. അതേമാതിരി തന്നെ കുടയിൽ പണിക്ക് പോയാലും അവിടെ ഒരു മാസം മാത്രമേ നിന്ന് പണിയെടുക്കുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരണം. ഈ അമ്മേൻ്റെയും അച്ഛൻ്റെയും കാര്യം ഓർത്തിട്ടു അവൻ അത്ര ദിവസമൊക്കെ ഒന്നും അവൻ നിൽക്കില്ല. മകനെ അന്വേഷിച്ച് ഈ വൃദ്ധനായ മനുഷ്യൻ കർണാടകയിലെ വിവിധയിടങ്ങളിൽ ആശുപത്രികളിലും പോലീസ് സ്റ്റേഷനുകളിലുമെല്ലാം നിരവധി തവണ അലഞ്ഞു നടന്നു. ഇപ്പോൾ പ്രതീക്ഷകളുടെ വെളിച്ചങ്ങൾ മെല്ലെ അണഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എങ്കിലും കോളൂർ കോളനിയിൽ വെളുത്തയും ഭാര്യയും മുറ്റത്തു വന്ന് വിളിക്കുന്ന മകന്റെ ശബ്ദം ഇപ്പോഴും കാതോർത്തിരിക്കുന്നു. അനൂപ് കെആർ, വയനാട്. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഫൈനാൻസ് ഉടമയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 4ാം പ്രതി പിടിയിലായി. തിരുവനന്തപുരം മണക്കാട് സ്വദേശിയായ സജുവിനെയാണ് പാലോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പാലോട് സ്വദേശിയായ ഫൈനാൻസ് ഉടമ മോഹനൻ നായരെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി നടുറോഡിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് മണക്കാട് സ്വദേശി സജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് തിരയുന്ന 1ാം പ്രതി മണക്കാട് സ്വദേശി ഷാജഹാനെ കൊലയ്ക്ക് ശേഷം രക്ഷപ്പെടാൻ അവസരമുണ്ടാക്കി കൊടുത്തു എന്നതാണ് സജുവിൻ്റെ പേരിലുള്ള ആരോപണം. കൊലക്കുപയോഗിച്ച ഓട്ടോറിക്ഷ പാലോട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേസിലെ പ്രതികൾക്കായി പോലീസ് ഊർജിത അന്വേഷണമാണ് നടത്തുന്നത്. പാലോട് കുറുപുഴ സ്വദേശിനിയായ സീമയുമായുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കേസിലെ പ്രതികളായ സുബൈർ, ഷാജഹാൻ, സീമ എന്നിവരെ അന്വേഷിച്ച് പോലീസ് ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലും പോയിരുന്നു. ഇവരുടെ ടെലിഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ വ്യാജവിലാസത്തിലാണ് ഇവർ സിം കാർഡുകൾ എടുത്തത് എന്ന് പോലീസ് പറയുന്നു. അന്വേഷണം കാര്യക്ഷമമായതോടെ ഇവർ കോടതിയിൽ വക്കീൽ മുഖാന്തരം കീഴടങ്ങാനും സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടില്ലെന്ന് ഷീന ബോറ വധക്കേസിലെ മുഖ്യപ്രതി ഇന്ദ്രാണി മുഖർജി. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തല ചുറ്റുകയായിരുന്നുവെന്നും പിന്നീടൊന്നും ഓർമ്മയില്ലെന്നും ഇന്ദ്രാണി പോലീസിനോട് പറഞ്ഞു. സമാനമായ രോഗാവസ്ഥ 13ാം വയസ്സിലുണ്ടായിരുന്നുവെന്നും ഇന്ദ്രാണി മൊഴി നൽകി. വെള്ളിയാഴ്ച ജയിൽ മുറിയിൽ വെച്ച് ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തലചുറ്റൽ അനുഭവപ്പെടുകയായിരുന്നുവെന്നും പിന്നീട് തനിക്കൊന്നും ഓർമ്മയില്ലെന്നും ജയിൽ എസ്ഐ വിപിൻ കുമാർ സിംഗിനോട് ഇന്ദ്രാണി മുഖർജി പറഞ്ഞു. സമാനമായ രോഗാവസ്ഥ തനിക്ക് 13ാം വയസ്സിൽ വന്നിരുന്നുവെന്നും ഇന്ദ്രാണി മുഖർജി മൊഴി നൽകി. താൻ അമിതമായി മരുന്ന് കഴിച്ചെന്ന വാദങ്ങൾ തെറ്റാണ്. ജയിലിലേക്ക് വരുമ്പോൾ മരുന്നുകളൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്നും ഇന്ദ്രാണി പറഞ്ഞു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അവരുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് മരുന്ന് കഴിച്ചതെന്നും ഇന്ദ്രാണി വ്യക്തമാക്കി. ഓവർഡോസ് കൊണ്ടാണ് തളർന്നു വീണതെന്ന് തന്നെ ചികിത്സിച്ച ഡോക്ടർമാർ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും ഇന്ദ്രാണി മൊഴി നൽകി. ഇന്ദ്രാണിയുടെ മൊഴിയടങ്ങിയ റിപ്പോർട്ട് ബുധനാഴ്ച അഡീഷണൽ ചീഫ് സെക്രട്ടറി KP ഭാഷിക്ക് കൈമാറും. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ദ്രാണിയെ മുംബൈ JJ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അമിതമായി മരുന്ന് കഴിച്ച് ഇന്ദ്രാണി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം ഷീന ബോറ കേസിൽ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്യാൻ CBI ഉൾപ്പെടെയുള്ള ഏജൻസികൾ മെട്രോപൊളിറ്റൻ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇന്ദ്രാണിയെ CBI ചോദ്യം ചെയ്തതിൽ എതിർപ്പില്ലെന്ന് അവരുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ദ്രാണി, മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്ന, ഡ്രൈവർ ശ്യാംറ എന്നിവരുടെ ജുഡീഷ്യൽ കസ്റ്റഡി ബാന്ദ്ര കോടതി 19 വരെ നീട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക്. ബിൻലാദനെ വധിച്ച US സൈനികന് ISന്റെ ഭീഷണി. US സൈനികൻ റോബർട്ട് ഒനീലിനാണ് വധഭീഷണി. അതേസമയം ISന്റെ പക്കൽ ആണവായുധം വരെ എത്തിയിരിക്കുന്നതായി US അന്വേഷണ ഏജൻസികൾ സൂചനകൾ പുറത്തുവിട്ടു. 2011 മെയ്യിൽ പാകിസ്ഥാനിലെ അബാട്ടാബാദിൽ വെച്ചാണ് US സൈന്യം ലാദനെ പിടികൂടി വധിച്ചത്. തന്റെ തോക്കിൽ നിന്നുള്ള വെടിയുണ്ടകളേറ്റാണ് ലാദൻ കൊല്ലപ്പെട്ടതെന്ന് സൈനികനായ റോബർട്ട് ഓനീൽ പിന്നീട് വെളിപ്പെടുത്തിയതോടെ USൽ ഇയാൾക്ക് താരപരിവേഷം ലഭിച്ചിരുന്നു. സേനയിൽ നിന്നും വിരമിച്ച ശേഷം ഫോക്സ് ന്യൂസ് ചാനലിന്റെ നെറ്റ്വർക്ക് കോൺട്രിബ്യൂട്ടറായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ റോബർട്ട് ഓനീൽ. നീലിന്റെ മൊണ്ടാനയിലെ വീട്ടിലേക്കാണ് ഇപ്പോൾ IS ഭീഷണി കത്തെത്തിയിരിക്കുന്നത്. എന്നാൽ നീൽ ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടുകൾ തള്ളി. നീലിന്റെ വീട്ടുവിലാസം, സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള വ്യക്തിവിവരങ്ങൾ ബ്രിട്ടീഷ് IS ഭീകരന്റെ വിധവ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. തന്റെ കുടുംബം ISനെ പേടിക്കുന്നില്ലെന്ന് നീലിന്റെ പിതാവ് പറഞ്ഞെന്ന വാർത്തയും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതേസമയം ISന്റെ പക്കൽ ആണവായുധം എത്തിയിട്ടുണ്ടെന്ന് US അന്വേഷണ ഏജൻസിയായ FBI വേണ്ടി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ കണ്ടെത്തിയിരുന്നു. മുസ്ലിങ്ങൾ ഒഴിച്ചുള്ളവരെ കൂട്ടക്കൊല ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുന്ന ISന്റെ പക്കൽ ആണവ വസ്തുക്കൾ എത്തിയാൽ സ്ഥിതി നിയന്ത്രണാതീതമായിരിക്കുമെന്നും സംഘം റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്. SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ മറവിൽ വെള്ളാപ്പള്ളി നടത്തിയ കോടികളുടെ അഴിമതിയുടെ രേഖകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിൽ നിന്ന് 4% പലിശയ്ക്കെടുക്കുന്ന തുക വെള്ളാപ്പള്ളി നിർധനർക്ക് നൽകുന്നത് 14% കഴുത്തറപ്പൻ പലിശയ്ക്ക്. KG ദിനകരന്റെ റിപ്പോർട്ടിലേക്ക്. മൈക്രോ ഫിനാൻസ് പദ്ധതി പ്രകാരം SNDP യോഗത്തിന് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് അനുവദിച്ച 5 കോടി രൂപയാണ്
വെള്ളാപ്പള്ളി നടേശൻ തിരിമറി നടത്തിയത്. 14 ജില്ലകളിലായി 250 സ്വയം സഹായ സംഘങ്ങൾക്ക് പണം നൽകാനായിരുന്നു തീരുമാനം. 3900 പേരായിരുന്നു ഗുണഭോക്താക്കൾ. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്ന് 2% പലിശയ്ക്കാണ് 5 കോടി രൂപ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചത്. ഇത് സ്വയം സഹായ സംഘങ്ങൾക്ക് നൽകേണ്ടത് 5% പലിശയ്ക്കും. എന്നാൽ സംഘങ്ങൾക്ക് പണം അനുവദിച്ചിരിക്കുന്നത് 12 മുതൽ 14 വരെ ശതമാനം പലിശയ്ക്കാണെന്ന് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. പകുതിയിലധികം സംഘങ്ങളുടെ വ്യക്തമായ വിവരങ്ങളും ലഭ്യമല്ല. മാത്രമല്ല, ഉള്ള സംഘങ്ങൾക്കാകട്ടെ അനുവദിച്ചതിൽ പകുതി തുക മാത്രമാണ് നൽകിയിട്ടുമുള്ളൂ. പാലക്കാട്, കാസർഗോഡ്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് പണം നൽകിയ സംഘങ്ങളുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും SNDP യൂണിയൻ നൽകിയിട്ടുമില്ല. റിപ്പോർട്ട് നൽകാൻ കൂടുതൽ സമയം വേണമെന്നാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട്. വിവിധ ജില്ലകളിൽ പിന്നാക്ക വികസന കോർപ്പറേഷൻ നടത്തിയ അന്വേഷണത്തിൽ പല സംഘങ്ങളും വ്യാജമാണെന്നും വ്യക്തമായിട്ടുണ്ട്. വായ്പ എടുത്തുവെന്ന് SNDP യൂണിയനിൽ രേഖകളുള്ള പല സംഘങ്ങളും ഇക്കാര്യം അറിയുന്നത് തന്നെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനായി എത്തിയപ്പോഴാണ് എന്നതും ശ്രദ്ധേയം. സാധാരണക്കാരായ യോഗം അംഗങ്ങളുടെ പേരിൽ വെള്ളാപ്പള്ളി കോടികൾ തിരിമറി നടത്തി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2003 മുതൽ 2009 വരെ 10 കോടി രൂപ കോർപ്പറേഷൻ നൽകിയതിലും ക്രമക്കേട് നടത്തിയതായാണ് സൂചന. KG ദിനകർ, തിരുവനന്തപുരം. ദാദ്രി കൊലപാതകത്തിൽ പ്രതിഷേധവുമായി മരിച്ച അഖ്ലാഖിന്റെ മകൻ സർതാജ് നീതി നടപ്പാക്കാൻ ശ്രമിക്കാതെ പിതാവിന്റെ മരണത്തിന് പേരിൽ ചിലർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് സർതാജ് കുറ്റപ്പെടുത്തി. മുഹമ്മദ് അത്ലഖിന്റെ ദാരുണാന്ത്യം നടന്നിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും ദുരന്തത്തിന്റെ നടുക്കം വിട്ടുമാറാതെ കഴിയുകയാണ് അത്ലഖിന്റെ മകൻ സർതാജ്. തങ്ങളുടെ ദുഃഖം മനസ്സിലാക്കാതെ പിതാവിന്റെ ദുരന്തം രാഷ്ട്രീയ ലാഭത്തിനായാണ് ഉപയോഗിക്കുന്നത്. മുഹമ്മദിന്റെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്താനോ തങ്ങൾക്ക് നീതി ഉറപ്പാക്കാനോ ആരും ശ്രമിക്കുന്നില്ലെന്ന് സർതാജ് കുറ്റപ്പെടുത്തി. പല രാഷ്ട്രീയക്കാരും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി മാത്രമാണ് തങ്ങളുടെ വീട് സന്ദർശനം നടത്തുന്നതെന്നും സർതാജ് പറഞ്ഞു. താനും തന്റെ കുടുംബവും രാജ്യസ്നേഹമുള്ളവരാണ്. രാജ്യത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തെ മാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് താൻ എയർഫോഴ്സിൽ ചേർന്നതെന്നും സർതാജ് കൂട്ടിച്ചേർത്തു. വർഗീയവാദികളുടെ ആക്രമണത്തിൽ സർതാജിനും പരിക്കേറ്റിരുന്നു. ഇന്നലെ UPA സർക്കാർ കൊലപാതകത്തെക്കുറിച്ച് കേന്ദ്രത്തിന് നൽകിയ റിപ്പോർട്ടിൽ കൊലപാതക കാരണം മറച്ചുവെച്ചു. ന്യൂസ് ഡെസ്ക്. മാംസനിരോധനവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നതായി കേരളവർമ്മ കോളേജ് അധ്യാപിക ദീപ നിശാന്ത്. രാജ്യമെമ്പാടും നടക്കുന്ന ബീഫ് നിരോധനത്തെക്കുറിച്ചായിരുന്നു തന്റെ പ്രതികരണമെന്നും ഒരു വിഭാഗം ആളുകൾ പോസ്റ്റ് വളച്ചൊടിച്ചുവെന്നും ദീപ മാധ്യമങ്ങളോട് പറഞ്ഞു. വിവാദവുമായി ബന്ധപ്പെട്ട് അധ്യാപിക പ്രിൻസിപ്പലിന് വിശദീകരണം നൽകി. മാംസാഹാര നിരോധനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നടത്തിയ പ്രതികരണത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നതായാണ് അധ്യാപിക ദീപ നിശാന്ത് വ്യക്തമാക്കിയത്. കേരളവർമ്മ കോളേജിൽ നടത്തിയ ബീഫ് ഫെസ്റ്റിനെ കുറിച്ചായിരുന്നില്ല, രാജ്യമെമ്പാടും നടക്കുന്ന ബീഫ് നിരോധനത്തെക്കുറിച്ചായിരുന്നു തന്റെ പ്രതികരണം. ഒരു വിഭാഗം ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റ് വളച്ചൊടിച്ചുവെന്നും കോളേജിലെ വിദ്യാർത്ഥികൾക്ക് തന്നെ മനസ്സിലാക്കാനാവുമെന്നും ദീപ പ്രതികരിച്ചു. അതിനെക്കുറിച്ചിട്ട് എനിക്ക് ആ പോസ്റ്റ് ഇട്ടതിലൊരു അത് ഞാൻ ഇട്ടതൊക്കെ ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. കേരളവർമ്മയിലത്തെ കുട്ടികൾ അത് പറയട്ടെ, നിങ്ങളല്ലല്ലോ അങ്ങനെ വളച്ചൊടിക്കും. മാധ്യമങ്ങൾക്ക് പലതും പറയല്ലോ. കേരളവർമ്മയിലത്തെ കുട്ടികൾ ഇതുവരെയുള്ള ദീപ ടീച്ചർ എന്തായിരുന്നു എന്നുള്ള ഇവിടുത്തെ കുട്ടികൾക്കറിയാം. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അധികൃതർ ആവശ്യപ്പെട്ടത് പ്രകാരം പരസ്യ പ്രതികരണത്തിൽ ദീപ നിശാന്ത് കോളേജ് പ്രിൻസിപ്പലിന് വിശദീകരണം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കൈമാറി. അതേസമയം അധ്യാപികയ്ക്കെതിരെ നടപടിക്ക് നീക്കം നടക്കുന്നതിൽ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. കേരളവർമ്മ കോളേജിന്റെ മതനിരപേക്ഷത തകർക്കാനുള്ള ശ്രമത്തിനെതിരെ നാളെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപക സംഘടനകളും ക്യാമ്പസിൽ മതനിരപേക്ഷ സംഗമം നടത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടയം CMS കോളേജിലെ ബീഫ് ഫെസ്റ്റിനിടെ പ്രിൻസിപ്പലിനെ SFI പ്രവർത്തകർ ആക്രമിച്ചെന്ന വാർത്ത തെറ്റെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിളിന്. SFI യൂണിറ്റ് കമ്മിറ്റിയാണ് കോളേജിൽ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കോട്ടയം CMS കോളേജിൽ SFI യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബീഫ് ഫെസ്റ്റ് നടത്തിയത്. വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമെന്നായിരുന്നു CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് സാം ഡാനിയലിന്റെ വിശദീകരണം. ബീഫ് വിതരണം ചെയ്യാൻ തുടങ്ങിയുടനെ ഞാൻ പറഞ്ഞു പറ്റത്തില്ല. കാരണം പോലീസിൽ അറിയിച്ചെങ്കിൽ തന്നെയും പോലീസ് വരുന്നതിന് അല്പസമയം എടുക്കുക. ആ സമയത്തുള്ളിൽ ഇവരെ ബീഫ് വിതരണം ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് തടഞ്ഞു. കാരണം പറഞ്ഞപ്പോൾ എന്നെ പിടിച്ചു തള്ളി. അപ്പോൾ പിന്നെ ഒരു അക്രമാസക്തമായിട്ടൊരു രീതിയായിരുന്നു. CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് സാം ഡാനിയൽ പറഞ്ഞത് കളവാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. വിദ്യാർത്ഥികൾ ബീഫ് വിതരണം ചെയ്യുന്നതിനിടെ എത്തിയ പ്രിൻസിപ്പൽ ബീഫ് നിറച്ചിരുന്ന പാത്രം കാൽകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പ്രകോപനം സൃഷ്ടിച്ചു. അടുത്തുനിന്ന വിദ്യാർത്ഥിയുടെ വസ്ത്രത്തിലേക്ക് കറി ചിതറിത്തെറിച്ചു. എന്നിട്ടും യാതൊരു സംഘർഷത്തിനും മുതിരാതെ വിദ്യാർത്ഥികൾ ബീഫ് വിളമ്പിക്കൊണ്ടേയിരുന്നു. ഈ സമയം പ്രിൻസിപ്പലും വിദ്യാർത്ഥികൾക്ക് നടുവിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾ SFI അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നു. ഈ മുദ്രാവാക്യങ്ങൾ എങ്ങനെ സാമുദായിക സ്പർദ്ധയുണ്ടാക്കുമെന്ന് വിശദീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പ്രിൻസിപ്പലിന്റെ നടപടിക്കെതിരെ പ്രതിഷേധമറിയിച്ച് സമാധാനപരമായി പിരിഞ്ഞ വിദ്യാർത്ഥികളിൽ 10 പേരെയാണ് പ്രിൻസിപ്പലും സ്റ്റാഫ് കൗൺസിലും യോഗം ചേർന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. സസ്പെൻഷൻ നടപടി ഏകപക്ഷീയവും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും അംഗീകരിക്കില്ലെന്നും SFI ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം.
വടകര ശ്രീനാരായണ കോളേജിൽ ABVP ആക്രമണം. ബീഫ് ഫെസ്റ്റിവലിന് ഇടയിലാണ് ABVP പ്രവർത്തകർ ആക്രമണം നടത്തിയത്. കേരളവർമ്മ കോളേജിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നതിനിടെയാണ് SN കോളേജിലെ SFI പ്രവർത്തകർക്കു നേരെ ABVP ആക്രമണം ഉണ്ടായത്. കോളേജ് ക്യാമ്പസിന് പുറത്തുനിന്ന് വന്ന RSS സംഘത്തിന്റെ കൂട്ടുപിടിച്ചായിരുന്നു ABVP പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടത്. SFI വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ആക്രമിച്ച സംഘം ബീഫ് ഫെസ്റ്റിവൽ അലങ്കോലപ്പെടുത്തുകയും ചെയ്തു. പ്രിൻസിപ്പാളിന്റെ അനുമതിയോടെ നടത്തിയ പരിപാടിക്ക് നേരെയാണ് ആക്രമണം നടന്നത്. കോളേജിനകത്ത് വളരെ സമാധാനപൂർവ്വം ജനാധിപത്യ രീതിയിലായിരുന്നു പ്രിൻസിപ്പാളുടെ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ പരിപാടി നടത്തിയത്. ആദ്യം ശൃംഖല സംഘടിപ്പിക്കുകയും അതിനുശേഷം പ്രതിജ്ഞ ചൊല്ലുകയാണ് ഉണ്ടായത്. അതിനുശേഷം ബീഫ് വിതരണം ചെയ്തു. ആ സമയത്താണ് ABVPയുടെ നഗര സെക്രട്ടറി ആയ ബിദുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ പുറമേ നിന്നുള്ള RSS ABVP പ്രവർത്തകരുടെ സഹായത്തോടു കൂടി കോളേജിലേക്ക് വരികയും ഞങ്ങളുടെ സഹാക്കളെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. പ്രതിരോധ ശൃംഖല തീർത്തായിരുന്നു പരിപാടിക്ക് തുടക്കം കുറിച്ചത്. അതിനിടെയാണ് ABVPയുടെ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പോലീസ് സ്ഥലത്തെത്തിയതിനെ തുടർന്നാണ് സ്ഥിതിഗതികൾ ശാന്തമായത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലടി സർവകലാശാല ക്യാമ്പസിൽ വർഗീയ വിരുദ്ധ സെമിനാർ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ. സെമിനാർ നടത്തുന്നതിന് അനുമതി നിഷേധിച്ച സർവകലാശാല അധികൃതർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്ത്യൻ ഫാസിസം നവരൂപങ്ങൾ പ്രതിരോധങ്ങൾ എന്ന വിഷയത്തിൽ കാലടി സർവകലാശാല ക്യാമ്പസിൽ നാളെ നടത്താനിരിക്കുന്ന വിദ്യാർത്ഥി ഗവേഷക സംഗമത്തിന് സർവകലാശാല കഴിഞ്ഞ ദിവസം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ക്യാമ്പസിനകത്ത് ഉയർന്നു വന്നത്. പരിപാടി മാറ്റിവെക്കുകയാണെങ്കിൽ ഉത്തരവ് പിൻവലിക്കാമെന്ന് BC അറിയിച്ചെങ്കിലും സംഘാടകർ വഴങ്ങിയില്ല. നിശ്ചയിച്ച സമയത്തു തന്നെ പരിപാടി നടത്തുമെന്ന് സംഘാടകരായ റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഫാസിസ്റ്റ് വിരുദ്ധ മുന്നേറ്റങ്ങളോട് ഒരു പോസിറ്റീവ് നിലപാട് എടുക്കുന്ന ആളുകളുടെ മുഴുവൻ കൂടിയിരിപ്പിനകത്ത് സാധ്യമാണ്. അതുകൊണ്ട് അത് പറഞ്ഞ ദിവസം തന്നെ നടത്താനാണ് തീരുമാനം. SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും വർഗീയ വിരുദ്ധ സംഗമം നടത്തുന്നതിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. SFI യൂണിറ്റ് സെക്രട്ടറി അരവിന്ദ്. അതുകൊണ്ട് SFIയുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഈ സംഘടനയ്ക്കും ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടിക്കും നൽകുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് സർവകലാശാല ക്യാമ്പസിനകത്ത് നടക്കുന്ന വിദ്യാർത്ഥി ഗവേഷക സംഗമത്തിൽ കുരീപ്പുഴ ശ്രീകുമാർ, ഡോക്ടർ സുനിൽ P. ഇളയിടം തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 3 വർഷ LLB ബിരുദ കോഴ്സുകൾ നിർത്തലാക്കാൻ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം ഏകീകരിക്കാനും വിദഗ്ധ സമിതിയെ ഏൽപ്പിക്കാനും കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോഴ്സുകളുടെ മാതൃകയിൽ പഞ്ചവത്സര ബിരുദം മാത്രം മതിയെന്ന നിർദ്ദേശത്തോടെയാണ് ത്രിവത്സര നിയമ ബിരുദ കോഴ്സുകൾ അവസാനിപ്പിക്കാൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ അഭിഭാഷകരായി പ്രവർത്തിക്കുന്നത് തടയാൻ നിയമ നിർമ്മാണം വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ക്രിമിനൽ കേസിൽ പ്രതികളായവർ അഭിഭാഷകരായി പ്രവർത്തിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ആനന്ദ് മുരുകൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി നിരീക്ഷണം. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജ് അധ്യക്ഷനായ വിദഗ്ധ സമിതിയെ ബാർ കൗൺസിൽ ചുമതല ഏൽപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. അഡ്വക്കേറ്റ് ആക്ട് പുനഃപരിശോധിക്കുക, നിയമ വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് മുമ്പ് പോലീസ് വെരിഫിക്കേഷൻ നടത്തുക എന്നിവയുൾപ്പെടെ 14 നിർദ്ദേശങ്ങളും കോടതി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി.